ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കാണണം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തേത്, ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയുടെ ആശയം തയ്യാറാക്കാനാണ് പറയുന്നത്. ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയുടെ ആശയം. അപ്പോൾ നമ്മൾ ഒരു പാഠത്തിൻ്റെ ആശയം മനസ്സിലാക്കി വെച്ചാൽ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഇതിൽ നിന്നും അറിയാവുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആശയം എന്ന് നോക്കാം. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുന്ന അച്ഛനെ എതിരേൽക്കാൻ ഓടിയെത്തുകയാണ് കൊച്ചുകുട്ടികളായ മകനും മകളും. കുഞ്ഞുമോൻ തളിരുപോലുള്ള ചുണ്ടുകൊണ്ട് കൊഞ്ചി കൊഞ്ചി അവ്യക്തമായി എന്തെല്ലാമോ പറഞ്ഞു. അച്ഛൻ അവനെ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ തൻ്റെ കൊച്ചു ചിറ്റുള്ളി പല്ലുകൊണ്ട് അമർത്തി പതിയെ ചിരിച്ചു. അച്ഛൻ്റെ തോളിൽ കൊച്ചുപൂവ് പോലെയുള്ള പാടുകൾ വീണു. അച്ഛൻ താഴെ നിർത്തിയപ്പോൾ പിച്ച വെച്ച് ഓടി നടന്ന് വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിച്ചു. ഓമനക്കണ്ണ, നീ നിൽക്കൂ, നിന്റെ അടുത്തേക്ക് അച്ഛൻ എത്തട്ടെ. ഓമനച്ചന്തമേ നിൽക്കൂ, അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ. വല്ലാത്ത ഉഷ്ണമാണ് മക്കളെ, ദേഹത്താകെ വിയർപ്പാണ്. ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാം. അപ്പോഴേക്കും ഗീതമോൾ ഓടിയെത്തി. അച്ഛൻ്റെ കഴുത്തിൽ താമരയുടെ തണ്ടുകൾ പോലെയുള്ള കൈകൾ കൊണ്ട് ചുറ്റി കുനിച്ചു. എന്നിട്ട് അച്ഛൻ്റെ വിയർപ്പ് നിറഞ്ഞ നെറ്റിയിൽ കുഞ്ഞു ചുണ്ടുകളാൽ ഉമ്മ വെച്ചു. അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ മനസ്സു നിറയെ കണ്ട് ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ് അമ്മ. അവർക്കിടയിൽ അപ്പോൾ വീശുന്ന കാറ്റിനു പോലും എന്ത് സുഗന്ധമാണെന്ന് കറുത്ത തൂവൽ ചിക്കിക്കൊണ്ട് ഒരു കുയിൽ പാടുന്നു. അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകു വീശി ആഴത്തിൽ കറുത്തു കിടക്കുന്ന കടലിൻ്റെ അക്കരെ എത്തി. അപ്പോൾ ഓളങ്ങളെല്ലാം ചേർന്ന് ശോഭയുള്ള ഒരു പൂവായി വിടരുന്ന പോലെ അച്ഛൻ്റെ മനസ്സ് സന്തോഷത്താൽ വിടർന്നു. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന മനസ്സിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിലെ തേൻ തുള്ളിയായി ഞാൻ കുറച്ചു നേരം സന്തോഷമായി നിൽക്കുന്നു എന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പാഠഭാഗത്തിലെ പൊതുവായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രാർത്ഥനാ നാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അമ്മയെയാണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാം. അതെങ്ങനെയാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അടുത്ത ചോദ്യം അത് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രാർത്ഥനാ നാളം എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ആരെ? എന്തുകൊണ്ടാണ് ഈ പദം അങ്ങനെ ഉപയോഗിച്ചത്? അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ടു നിൽക്കുന്ന അമ്മയെയാണ് പ്രാർത്ഥനാനാളം എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ഭർത്താവിൻ്റെയും മക്കളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടെ ജീവിക്കുന്നവളാണ് അമ്മ. അപ്പം അതുകൊണ്ടാണ് പ്രാർത്ഥനാനാളം എന്ന വാക്ക് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി, പൊഴിഞ്ഞുകിടക്കുന്ന തേങ്ങകളെ അനാഥ കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അടുത്ത ചോദ്യം. അനാഥ കുഞ്ഞുങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല. അതുപോലെ ആർക്കും വേണ്ടാതെയാണ് തേങ്ങകൾ കരിഞ്ഞുണങ്ങി നനഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് അക്കമ്മയ്ക്ക് തേങ്ങകളെ അനാഥ കുട്ടികളായി തോന്നിയത്. അക്കമ്മയ്ക്ക് പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി മറ്റൊരു ചോദ്യം. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. അവളുടെ തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ തോർന്നു. തെങ്ങുകൾ കൃതജ്ഞയോടെ മന്ത്രിച്ചു. ഈ പ്രയോഗങ്ങളിൽ തെളിയുന്ന പ്രകൃതിയും അക്കമ്മയും തമ്മിലുള്ള ആത്മബന്ധമാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. തെങ്ങുകൾക്ക് മനുഷ്യരുടെ ഭാവങ്ങൾ നൽകുന്ന വാക്കുകളാണ് മുഖം താഴ്ത്തി, ഇമകൾ തോർന്നു, കൃതജ്ഞയോടെ മന്ത്രിച്ചു എന്നീ പദങ്ങൾ. മഴ നനഞ്ഞു അനാഥ കുഞ്ഞുങ്ങളെ പോലെ കിടക്കുന്ന തേങ്ങാ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി തേങ്ങാകൂട്ടിൽ എത്തിക്കുന്ന അക്കമ്മയോട് തെങ്ങുകൾ നന്ദി പറയുന്നു. അവരുടെ ഓലകളാവുന്ന കൺപീലികളിൽ നിന്ന് കണ്ണീര് പോലെ വെള്ളം ഇറ്റുവീഴുന്നു. പ്രകൃതി തൻ്റെ സ്നേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് എന്ന് അക്കമ്മക്ക് തോന്നുന്നു. ഓക്കെ, അടുത്തത് തേങ്ങ എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പി. വത്സലയുടെ മനോഹരമായ കഥയാണ് തേങ്ങ. ഇത് പട്ടണത്തിൽ വേലക്കാരിയായി എത്തുന്ന അക്കമ്മയുടെ കഥയാണ്. ദരിദ്രയായ അവൾ ഗ്രാമത്തിലെ കുടിലിൽ നിന്നാണ് വരുന്നത്. പ്രകൃതിയും അക്കമ്മയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ തേങ്ങകൾ മഴ നനഞ്ഞു കിടക്കുന്നു കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പ്രകൃതി സ്നേഹിയായ അക്കമ്മയുടെയും നഗരവാസിയായ സംഗീത ചേച്ചിയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അക്കമ്മ തേങ്ങ പെറുക്കി സൂക്ഷിക്കുന്നതിനെ സംഗീത ചേച്ചി ഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ചത്. വളരെ സ്നേഹം ഉള്ള വീട്ടമ്മ അക്കമ്മയുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. അവൾ തേങ്ങ വാരിക്കൂട്ടിയത് കണ്ടപ്പോൾ അവർ അവളെ പുണരുന്നു. നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസവും ഇതിൽ കാണാം. അക്കമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ മകളെയും കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ വീട്ടമ്മയുടെ അച്ഛൻ കൃഷിപ്പണിയിൽ അവരെ പങ്കാളികളാക്കാതെ ആ വരുമാനം കൊണ്ട് മക്കളെ വളർത്തി. അതുകൊണ്ടാവാം അവർ കൃഷിപ്പണിയെ അവഗണിച്ചത്. വളരെ ഹൃദയസ്പർശിയായും സൂക്ഷ്മമായും അവതരിപ്പിച്ച തേങ്ങ അതീവ ഹൃദ്യമായ ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയുടെ ഉള്ളടക്കം നമുക്ക് മനസ്സിലായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ആൻസർ എഴുതാൻ നമുക്ക് റെഡിയാണ്. ഇനി, മകളുടെ ഉറക്കത്തിന് താരാട്ടുപാടാൻ പ്രകൃതി ആരെയെല്ലാമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഇവരുടെ താരാട്ടുപാട്ടുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവസാനത്തെ ചോദ്യം.
രാവിൻ്റെ പൂമരമായി തിളങ്ങി നിൽക്കുന്ന താരജാലകൾ പാടുന്നത് നിശബ്ദമായാണ് താരാട്ട്. വാദ്യമേളങ്ങൾ പോലെയാണ് കാറ്റിലൊഴുന്ന മരച്ചില്ലകളുടെ താളം. ദലമർമരം എന്നിവയുടെ താരാട്ട്. ചാറ്റൽ മഴയുടെ ഇമ്പമാകട്ടെ സംഗീത സാന്ദ്രമായ താരാട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആശയം വരുന്ന ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.